വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വ്ളോഗാണ്. ഞാൻ കോളേജെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് വീട്ടിലെത്തിയ പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണ്. അവിടുന്ന് വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് എല്ലാം റൂമിൽ അന്നങ്ങ് എന്താ പറയുക വലിച്ചു വാരിയിട്ടിട്ട് ഒരു ഉറക്കം ഉറങ്ങിയതാണ്. അപ്പോൾ പിറ്റേന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതൊന്ന് ക്ലീൻ ചെയ്തിടാന്ന്. കാരണം റൂമൊന്ന് ക്ലീൻ ആയാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഈ പരിപാടികൾ എല്ലാം ചെയ്ത് തീർക്കാമെന്ന്. മേ ബി ചിലർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. കാരണം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ യൂട്യൂബാണ് കേട്ടോ. ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫുകൾ, ക്ലീനിങ് വ്ളോഗുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ അവർ പലരും എന്താണ് ചില കുക്കിംഗ് ടിപ്സുകൾ, അതേപോലെ തന്നെ എന്തെങ്കിലും റെസിപ്പികളോ ഒക്കെ കാണിക്കും, അതേപോലെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കും. ഇതൊക്കെ ചിലപ്പോൾ എന്നെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ആ സംഭവങ്ങളൊക്കെ ചെയ്യാനും തോന്നാറുണ്ട്. പലരും ചോദിക്കും ഇതൊക്കെ കണ്ടിട്ട് എന്ത് കിട്ടാനാന്ന്. പക്ഷേ ചിലർക്കെങ്കിലും ഇതൊരു മോട്ടിവേഷൻ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. എനിക്കങ്ങനെ മോട്ടിവേഷൻ കിട്ടാറുണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ ഹോസ്റ്റലിൽ പോയ സമയത്താണെങ്കിലും നമ്മൾ സെൽഫ് കുക്ക് ആയതിനു ശേഷം ഈ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്താണ് ഈ കണ്ടിരുന്ന സ്കീമൊക്കെ ഓൾറെഡി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കുക്ക് ചെയ്യുമ്പോൾ പല ടിപ്സും ഓർമ്മ വരും. അപ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്താറുമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് എന്താ പറയുക എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചിലവർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോയ്സുകളൊക്കെ ഉണ്ടാവും. കാരണം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കാക്കയുടെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ട് കേട്ടോ. അല്ലാത്ത സമയത്ത് മഴയും ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേറെ നല്ലൊരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തുടച്ച് പൊടി തട്ടിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ അടച്ചിട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, എൻ്റെ 2 നിൽക്കാൻ സമയം സെയിം പാറ്റേണാണ്. ഒന്ന് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ഒന്ന് ഞാൻ ഈ ചെറുത് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അവർ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ലായിരുന്നു കേട്ടോ, എൻ്റെ ഇവിടുന്ന് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ ഈ ഒരു പോർഷനൊക്കെ നന്നായിട്ട് തുടച്ചിടുകയാണ്. ഈ ഒരു പോർഷനിൽ ഞാൻ എന്താ പറയുക ഒരു സംഭവം, ഒരു ഷെൽഫ് പോലത്തെ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെ നമുക്ക് അത് ഡ്രിൽ ചെയ്ത് വെക്കാനുള്ളൊരു ഇത് വന്നിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഉടനെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടേബിൾ, ഈ ടേബിളിൻ്റെ മുകളിൽ ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചതാണ്. താഴെ ഒരു ടേബിളിന് ഒട്ടിച്ചതിൻ്റെ ബാക്കി വന്ന ഭാഗം എടുത്തൊട്ടിച്ചാണ് കേട്ടോ. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതൊരു പ്ലാസ്റ്റിക് ടേബിളാണ്. ഞാനിനി ഒരു വൈറ്റ് പെയിൻറ്റ് വാങ്ങി അടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ടേബിളിന്. ഇൻഷാ അല്ലാ അതൊക്കെ പതുക്കെ ചെയ്യണം. ടേബിളിലാണെങ്കിലും റൂമിൻ്റെ പല ഭാഗത്തും ഞാൻ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ വേണ്ടിയിട്ടുണ്ട്. കാരണം കൊണ്ടുവന്ന ബാഗിൽ നിന്ന് അത്യാവശ്യമുള്ള എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞതും വലിച്ചിട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇന്ന് റെഡിയാക്കും എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കും. ഇതിനിടയിൽ നമുക്ക് പാട്ടൊക്കെ കേട്ട് ഒന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ ക്ലീൻ ചെയ്യാം. പിന്നെ ഫോൺ നമ്മൾ അടുത്തുനിന്ന് മാറ്റി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഫോൺ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടിട്ട് നമ്മളൊന്ന് പോയി നോക്കിയതായിരിക്കും. പക്ഷേ അതിൽ ഒന്ന് ഇരുന്ന് പോയാൽ നമ്മൾ അങ്ങനെ അങ്ങ് സ്ക്രോൾ ചെയ്ത് അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സമയം പിന്നെയും പോവുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ ഫോൺ കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് നിൽക്കുക. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണല്ലേ നമുക്ക് പല കളഞ്ഞു പോയ സാധനങ്ങളൊക്കെ കിട്ടാറ്. നമ്മൾ ഇതിവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പോഴായിരിക്കും ഓർക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല എൻ്റെ വീഡിയോസൊന്നും എന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. എനിക്ക് ആദ്യം മുതലേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. എല്ലാം ഇങ്ങനെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോൾ എന്തോ ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു കിക്ക് കിട്ടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനം എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഈ ക്ലീനിങ്ങിലൂടെ. പലർക്കും പലതായിരിക്കും, പക്ഷേ എനിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം കിട്ടാറുണ്ട്. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ക്ലീൻ ചെയ്ത് ആ ഇടം ഇങ്ങനെ കാണുമ്പോൾ. പൊടിയെല്ലാം തട്ടി നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അല്ലേ, ക്ലീനായി പൊടിയെല്ലാം തട്ടിയൊരു സാധനം, ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എനിക്ക് വേഗം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഒരു സുഖം എന്തോ അറിയില്ല, എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ പഴയ ബുക്സ് എല്ലാം ഇറാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ എനിക്ക് എൻ്റെ ഹാമ്പറിൻ്റെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ, അതിനകത്താക്കിയിട്ട് എല്ലാം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ബുക്സ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങോട്ടേക്ക് കയറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ ഈ ടേബിളിൻ്റെ ഈ ഒരു ഏരിയ
ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അടിപൊളിയാക്കി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്ലാന്റ്സിൻ്റെ എന്താ പറയുക, ഇലയിലൊക്കെ കുറച്ച് പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. മണി പ്ലാന്റ് ഏകദേശം പിടിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ പ്ലാന്റിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ തീരെ വെയിൽ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ജനലിൻ്റെ തൊട്ടടുത്ത് തന്നെ വെക്കുമ്പോൾ ഡയറക്റ്റ് എപ്പോഴെങ്കിലും വെയിൽ അടിച്ചാലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവച്ചതാണ്. ഇപ്പം ഞാൻ വിൻഡോസൊക്കെ ഒന്ന് തുടക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് ഭയങ്കര പൊടിയൊന്നുമില്ല, പക്ഷെ കുറച്ചൊരു അധികം അടച്ചിട്ടത് കൊണ്ടുള്ള ആ ഒരു പൊടിയും കാര്യങ്ങളും ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം തുടച്ച് റെഡിയാക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് പലതും എന്തെല്ലോ ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എന്താണെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം റൂമിൽ നിന്ന് ആദ്യം കയറി കാണുന്നത് ഈ ഒരു ടേബിളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ കുറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വേർതിരിച്ചെടുക്കണം. അതാണ് വലിയൊരു ടാസ്ക്. ഈ ഒരു പൗച്ചിലാണ് കേട്ടോ ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാറ്. അപ്പോൾ ഞാൻ അതൊക്കെ ആദ്യം ഒന്ന് വെക്കുകയാണ്. പിന്നെ ആ കുപ്പിയിൽ കാണുന്നത് എണ്ണയാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് കാച്ചിയ എണ്ണ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്താ പറയുക, ആദ്യം കൊണ്ടുപോയത് തീർന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത് എടുത്തില്ല. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് തേക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ മേക്കപ്പ് കിറ്റ്. അത്യാവശ്യം ചെയ്യാനുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതായത് ഒരു ബിഗിനർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഇതാണെങ്കിൽ ഞാനിപ്പോൾ വാങ്ങിയ നമ്മുടെ എന്താണ് സ്കാൽപ്പ് മസാജറാണ് കേട്ടോ. എന്തിനാണ് വാങ്ങിയെന്നൊന്നും എന്നോട് ചോദിക്കരുത്, പക്ഷെ ഞാൻ വാങ്ങിച്ചു. എനിക്ക് എന്തെങ്കിലും കണ്ടാൽ അത് അപ്പം കിട്ടണം. അതെൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. എനിക്കിങ്ങനത്തെ ഈ ഡീപ്പ് ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ പറയുക, ഈർക്കിൾ ചൂലാണ് കേട്ടോ ഇഷ്ടം. അതാകുമ്പോൾ നല്ല വൃത്തിക്ക് വേഗം എല്ലാ സംഭവം പോരും. ഇല്ലെങ്കിൽ എനിക്ക് ബ്രഷുമാണ് ഇഷ്ടം. അല്ലാതെ മറ്റേ എന്താ പുൽച്ചൂല് അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, എന്തോ പ്ലാസ്റ്റിക്കിൻ്റെ നൂല്, അതുകൊണ്ടൊന്നും എനിക്ക് അത്ര വൃത്തിയിൽ അടിച്ചു വാരി എടുക്കാൻ പറ്റാറില്ല. പക്ഷേ ഈർക്കിൾ ചൂല് നമ്മുടെ ബ്രഷ് ആകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കഴിയട്ടെ. ഈ ബ്രഷിനേക്കാളും ഇഷ്ടം എനിക്ക് ഈർക്കിൾ ചൂല് തന്നെയാണ്. നല്ല തലപ്പുള്ള നല്ലൊരു ഈർക്കിൾ ചൂല് കിട്ടിയാൽ നല്ല അടിപൊളിയായിട്ട് അടിച്ചു വാരി എടുക്കാൻ പറ്റും. കണ്ടോ, ഇതെല്ലാം എൻ്റെ റൂമിലെ കച്ചറകളായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ വാർഡ്രോബും കൂടെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. കാരണം ഈ ഇപ്പോൾ തട്ടിയ പൊടികളെല്ലാം അതിമക്കും കൂടെ വീണിട്ടുണ്ടാവുമല്ലോ. ഉള്ളിൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, വല്ലാണ്ട് അലങ്കോലപ്പെട്ടിട്ടില്ല.
അതുകൊണ്ട് ഞാൻ പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. അങ്ങനെ ഇതാ എല്ലാ തട്ടലും കൊട്ടലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഇനി ബെഡിലേക്ക് പൊടി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അത് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനിതാ ബെഡ്ഷീറ്റ് മാറ്റുകയാണ്. ഇതാ നല്ല അടിപൊളി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നമ്മുടെ റൂമിനെ സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. എല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടും, അത്രേ ഉള്ളൂ. എൻ്റേതായ ഒരു രീതിക്ക് എല്ലാം ഞാനൊന്ന് ഒതുക്കി വെച്ചു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇതാണ് ഇത്ര വലിയ വൃത്തിയാക്കിയതെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം. എനിക്ക് ഈ മോപ്പ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തുടക്കാൻ. മറ്റേ മോപ്പിനേക്കാളും നല്ല സുഖമാണ്. നമുക്ക് സൈഡുകളും അതേപോലെ തന്നെ കട്ടിലിന് താഴെയൊക്കെ തുടക്കാൻ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആ നൂലുണ്ടല്ലോ, അത് പെട്ടെന്ന് ചളി പിടിക്കാൻ വെച്ചാൽ നമ്മൾ കഴുകുന്ന സമയത്ത് ചളിയൊന്നും ഉണ്ടല്ലോ, പക്ഷെ അതിൻ്റെ നിറം പെട്ടെന്ന് മാറും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാണ്ട് നല്ല അടിപൊളിയാണ്. ഇതായിട്ടും തുടക്കാൻ ഈസി ആയിട്ട് കഴിയുകയും ചെയ്യും. ഭയങ്കര സ്മൂത്താണ്. പിന്നെയുള്ള ഒരു സംഭവം ഈ വാഷ് ബേസിനാണ് കേട്ടോ. ഒന്നും ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കാണ്ടായിട്ട് ഇങ്ങനെ പൊടി പിടിച്ചെന്തെല്ലോ ആയി കിടക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ലിക്വിഡൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കറ സംഭവങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ എന്താ പറയുക ഉരച്ച് കഴുകി കളയാൻ കേട്ടോ. ബ്രഷൊക്കെ എടുത്തിട്ട് മൊത്തത്തിലൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ വാഷ് ബേസിനും നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ഒരു ലോഡ് അലക്കാനുണ്ട് തുണികൾ. എല്ലാം കൂടെ ഒന്ന് മെഷീനിലിടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടുന്ന് നാട്ടിലേക്ക് പോയതിന് ഒരാഴ്ച മുന്നേ അലക്കാണ്ട് എല്ലാം ഇനി നാട്ടിൽ വന്നിട്ട് അലക്കാം. പിന്നെ കുറേ ഡ്രസ്സുകൾ നമ്മൾ അവിടെ എന്താ പറയുക, ഏതൊക്കെ ആയത് നമ്മൾ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാത്തതൊക്കെ ഇനി നാട്ടിൽ പോയിട്ട് അലക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഉണങ്ങി കിട്ടാനും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ എല്ലാം കൂടെ എടുത്തോട്ട് വീട്ടിലേക്ക് അങ്ങ് വന്നു. ഇനി ഇതെല്ലാം ഒന്ന് അലക്കി ഉണക്കിയെടുക്കണം. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോഴും മഴ നിന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അലക്കൽ പരിപാടികളൊക്കെ ഇതിനിടെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.